എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫയർ ആക്സിഡൻറ്റ് സീനിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇവനിരുന്ന സ്ഥലം മുഴുവനും തീ പിടിക്കുകയാണ്. അവൻ അതിൻ്റെ നടുവിലായിട്ട് ട്രാപ്പായി പോവാണ്. ആ ബിൽഡിങ്ങിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും തീ പിടിക്കുന്നുണ്ട്. ഇവൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവൻ ട്രാപ്പഡായി പോകുന്നുണ്ട്. പതുക്കെ പതുക്കെ ആ ചൂടും എല്ലാം കാരണം അവൻ ബോധം പോകാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ഇവനാണെങ്കിൽ ഇവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. അവൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ആ തീയുടെ ഉള്ളിലേക്ക് എടുത്ത് ചാടുകയും ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവനെ രക്ഷിക്കാൻ വേണ്ടി വരികയും ചെയ്യാണ്. അവനെ രക്ഷിക്കാൻ ആരും വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവൻ്റെ ഗേൾ ഫ്രണ്ട് അവിടേക്ക് വരുന്നത്. പക്ഷെ അത് കണ്ടിട്ട് അവന് സന്തോഷമല്ല തോന്നുന്നത്. അവളുടെ ജീവൻ കൂടെ അപകടത്തിൽ ആകുമെന്നുള്ളൊരു പേടിയാണ് അവന് തോന്നുന്നത്. അവളെ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. അവളടുത്ത് പറയാൻ ശ്രമിക്കുകയാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് വരരുത് എന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് അവൻ കഴിയുന്നില്ല. ആ സമയത്ത് ആകുമ്പോഴേക്കും അവൻ്റെ ബോധം പോവുകയാണ്. പക്ഷേ ഇവളതൊന്നും നോക്കാതെ അവൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അവിടെയുള്ള ചുറ്റും തീയൊന്നും അവളുടെ കണ്ണിൽ പെടുന്നില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും അവനെ സേവ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ അടുത്തേക്ക് വരികയും അവനെ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവനൊട്ടും ബോധമില്ല എണീച്ച് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ബലം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അവനെ അനക്കാൻ പോലും ഒന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. സമയത്ത് ഇവൻ്റെ മാനേജറും അവൻ്റെ നല്ലൊരു സുഹൃത്തുമായ ഇവനാണെങ്കിൽ ആ തീയിലേക്ക് എടുത്ത് ചാടുകയും അവനെ അവിടെ നിന്ന് രക്ഷിച്ച് പുറത്ത് കൊണ്ടുവരികയും ചെയ്യുകയാണ്. ആ മാനേജറിൻ്റെ ഗേൾ ഫ്രണ്ടും പാനിക്കാവുന്നുണ്ട്, ഇവൻ്റെ ലൈഫിന് എന്തെങ്കിലും പറ്റുമെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും സേഫായിട്ട് 3 പേരും സേഫായിട്ട് തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ലാസ്റ്റ് എല്ലാവരും സമാധാനത്തോടെ നിൽക്കുകയാണ്. കാരണം ആരുടെ ജീവിതത്തിനും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. അതിന് പകരം ഡോക്ടറെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുകയും അവന് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറയുകയും ചെയ്യുകയാണ് ഇവൻ്റെ കണ്ടീഷൻ ഇപ്പോൾ സ്റ്റേബിളാണ്, ഇവൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇവൻ്റെ ഈ അവസ്ഥ ആലോചിച്ചിട്ട് അവൻ്റെ ഗേൾ ഫ്രണ്ടിന് നല്ല വിഷമമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് എങ്ങനെയെന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് തന്നെ അവൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.